അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന PCOD കുറിച്ചാണ്. അതായത് PCOD അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റലിൽ കഴിയുന്നവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. കാരണം ഹോസ്റ്റലിലത്തെ ഫുഡും കാര്യമൊക്കെ ആകുമ്പോൾ എങ്ങനെ നമുക്ക് കൃത്യമായി ഭക്ഷണ രീതികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊന്നും പറയാൻ പറ്റില്ല. മിക്ക ഹോസ്റ്റലുകളിലും അത്ര നല്ല ഫുഡൊന്നും ആവില്ല കിട്ടുന്നുണ്ടാവുക. അപ്പൊ നല്ല ഫുഡ് നമ്മൾ കഴിച്ചാൽ ഇതിനൊരു മാറ്റം വരുള്ളൂ. ഫുഡിൽ മാത്രമല്ല കാര്യമുള്ള, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലും നമ്മൾ വെള്ളം കുടിക്കുന്നതിലും ഇതിലെല്ലാത്തിലും കാര്യമുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റലേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ ഹെൽത്ത് എങ്ങനെയെല്ലാം കെയർ ചെയ്യാം, PCOD ഉള്ള കുട്ടികൾക്ക് എന്തെല്ലാം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ PCOD ഉള്ള ഞാനടക്കം ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർ എന്തൊക്കെ ചെയ്യാം, ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പീരീഡ്സ്, ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് എങ്ങനെ റെഗുലർ ആയിട്ട് മാറ്റാൻ കഴിയും, അതുപോലെ തന്നെ എന്തെല്ലാം ഫുഡ് നമ്മൾ കഴിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ഇതൊന്ന് കെയർ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും. ഹോസ്റ്റലിലുള്ള ഫുഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ അത്ര നല്ല ഫുഡ് ആയിരിക്കില്ല, പക്ഷേ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങി കഴിക്കും.